ഒരു നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഫോണിൽ ഒരു OTP പോലും വരുന്നില്ല. ആരും നിങ്ങളെ വിളിച്ച് ആ പാസ്വേഡ് ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നില്ല. നിങ്ങൾ ഒരു ലിങ്കിലും ഇതുവരെ ക്ലിക്ക് ചെയ്തിട്ടുമില്ല. എന്നിട്ടും വെറും 40 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം മുഴുവനും ആരോ കൊള്ളയടിക്കുന്നു. ഇതൊരു സാങ്കല്പിക കഥയല്ല. 2026 ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയെ വിറപ്പിക്കുന്ന സിം സ്വാപ്പ് തട്ടിപ്പാണിത്. നിങ്ങളിൽ എത്ര പേർ ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്? കഴിഞ്ഞ മാസം മുംബൈ ഹൈക്കോടതി ബാങ്ക് ഓഫ് ബറോഡയോടും HDFC ബാങ്കിനോടും 1.5 കോടിയിലധികം രൂപ ഇരകൾക്ക് തിരികെ കൊടുക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. എന്താണ് സിം സ്വാപ്പ് എന്ന ഈ തട്ടിപ്പെന്നും ഇതിൽ നിന്നും നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. സിം സ്വാപ്പ് തട്ടിപ്പ് എങ്ങനെയാണ് നടക്കുന്നത്? ഇതിൽ കുറ്റവാളികൾ നിങ്ങളുടെ OTP ചോദിക്കുന്നില്ല. പകരം നിങ്ങളുടെ സിം കാർഡിന്റെ നിയന്ത്രണം സ്വയം അവരങ്ങ് ഏറ്റെടുക്കുന്നു. നിങ്ങളത് അറിയുന്നില്ല. ആദ്യം തട്ടിപ്പുകാർ നിങ്ങളുടെ പേര്, ആധാർ നമ്പർ, ബാങ്ക് വിവരങ്ങൾ എന്നിവ ഏതെങ്കിലും ഡേറ്റാബേസുകളിൽ നിന്ന് ശേഖരിച്ചെടുക്കും. ശേഷം നിങ്ങളുടെ പേരിൽ ഒരു വ്യാജ ID കാർഡ് നിർമ്മിച്ച് ടെലികോം സ്റ്റോറിൽ ചെന്നിട്ട് ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്ന വ്യാജേന നിങ്ങളുടെ നമ്പറിൽ പുതിയൊരു സിം എടുക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ സിം ആക്ടിവേറ്റ് ആകുന്ന നിമിഷം നിങ്ങളുടെ കയ്യിലുള്ള ഒറിജിനൽ സിമ്മിൽ നെറ്റ്വർക്ക് നഷ്ടമാകും. പിന്നീട് വരുന്ന ഓരോ ബാങ്ക് OTPകളും കുറ്റവാളികളുടെ കയ്യിലുള്ള പുതിയ സിമ്മിലെ ഫോണിലേക്കാണ് പോകുന്നത്. നമുക്കങ്ങനെ ഈ തട്ടിപ്പിനെ തടയിടാൻ പറ്റും. ഇത് എനിക്കും നിങ്ങൾക്കും നാളെ ഒരിക്കൽ നേരിടാൻ ഇടയുള്ള ഒരു അപകടമായതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റിൽ